ബി.ജെ.പിയിലെ കൊള്ളരുതായ്മകളെ വിളിച്ചു പറയുന്ന സംഭവമായിരുന്നു ബി.ജെ.പി നേതാവ് ആത്മഹത്യ ചെയ്ത സംഭവം. ബി.ജെ.പി നേതാവിനെതിരെ സ്വവർഗ അനുരാഗ ആരോപണം നടത്തിക്കൊണ്ടായിരുന്നു യുവാവ് ആത്മഹത്യ ചെയ്തത്. പക്ഷെ അന്നത് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതേയില്ല. ഇപ്പോഴിതാ ബി.ജെ.പി നേതാക്കൾക്കെതിരെ സ്വവർഗ ലൈംഗിക വൈകൃതം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുമായിട്ട് സന്ദീപ് വാര്യർ രംഗത്തേക്കെത്തുകയാണ്. പാലക്കാടിന് ഈ ഗുണ്ടകളിൽ നിന്നും മോചനം വേണം എന്ന തലക്കെട്ടോടുകൂടി ഫേസ്ബുക്കിലായിരുന്നു സന്ദീപ് വാര്യർ കുറിപ്പ് പങ്കുവച്ചത്. പാലക്കാട് നഗരത്തിലെ വിവിധ മേഖലകളിലെ ജനങ്ങളുടെ ജീവിതം വിയറ്റ്നാം കോളനിയിൽ പോലെയാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുകയാണ്. വടക്കന്തര കാര്യാലയത്തിൽ ഇരുന്ന കണ്ണൻ സ്രാങ്കും വട്ടപ്പള്ളി റാവുത്തറും ഒക്കെ പറയുന്നത് അനുസരിക്കാൻ വിധിക്കപ്പെട്ട ജനാധിപത്യ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുമ്പോഴും ഭയം മൂലം മൗനം പാലിക്കാൻ മാത്രം കഴിയുന്ന കുറെ കഥയില്ലാതായി പോയ പാവങ്ങളുടെ നാടാണ് പാലക്കാട്. പാലക്കാടിന് ഈ ഗുണ്ടകളിൽ നിന്നും മോചനം വേണം. കൊലക്കേസ് പ്രതിയെ ജില്ലാ പ്രസിഡന്റ് ആക്കുവാനും ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കുവാനും ലജ്ജയില്ലാത്ത ബി.ജെ.പിയുടെ ധൈര്യം തിരുവായ്ക്കെതിർവായില്ലാതെ കഴിയുന്ന മുത്താന്തറയിലെയും വടക്കാന്തറയിലെയും ഒക്കെ പാവപ്പെട്ട ജനങ്ങളാണ്. തങ്ങളെ ഒരു കാലത്തും ആ പാവങ്ങൾ എതിർക്കില്ല, എതിർക്കാൻ ധൈര്യം കാണിക്കില്ല എന്ന അഹങ്കാരമാണ് പാലക്കാട്ടെ ബി.ജെ.പിയെ നയിക്കുന്നത്. ബാല്യം തൊട്ട് കാണുന്ന RSS ശാഖ അവിടെ നിന്നും പഠിക്കുന്ന അടിമത്ത മനോഭാവം നിറഞ്ഞ അനുസരണ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹം രൂപപ്പെട്ടത് അങ്ങനെയാണ്. എല്ലാ അസന്മാർഗിക പ്രവർത്തനങ്ങളെയും ഭാഗമായ സ്വവർഗ ലൈംഗിക വൈകൃതത്തിന്റെ പേരിൽ നിരവധി തവണ പിടിക്കപ്പെട്ട കൊലയാളിയായ ഒരു തെരുവ് ഗുണ്ടയെ നേതാവാക്കിയ പാലക്കാട്ടെ ബി.ജെ.പിയെ ഓർത്ത് ലജ്ജിക്കുന്നു എന്ന കുറിപ്പിൽ സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. സത്യത്തിൽ സന്ദീപ് വാര്യർ ഉദ്ദേശിച്ചത് പ്രശാന്ത് ശിവനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യമാണെങ്കിലും മറ്റൊരു കാര്യം കൂടി ഇവിടെ തുറന്നു കാണിക്കുന്നുണ്ട്. ശാഖകളിലെ അറിയാക്കഥകളുടെ തുടക്കം മാത്രമാണ് ഇതെന്ന് നമുക്കറിയാം. ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു കോട്ടയം എലിക്കുളം സ്വദേശിയായ 26 വയസ്സുകാരനായ അനന്തു അജയ് ഒക്ടോബർ 29-ന് തിരുവനന്തപുരം തമ്പാനൂരിലെ ഒരു ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്ന് അനന്ത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിൽ കുട്ടിക്കാലത്ത് NM എന്ന വ്യക്തി തന്നെ ആവർത്തിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുന്നുവെന്നും സഹോദരനും കുടുംബവും പോലെ താൻ വിശ്വസിച്ചിരുന്ന അയൽവാസിയാണെന്നും സജീവ RSS BJP പ്രവർത്തകനാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. ഈ ദുരുപയോഗം പിന്നീട് OCD രോഗനിർണയവുമായി ബന്ധപ്പെട്ട ദീർഘകാല മാനസിക ആഘാതത്തിന് കാരണമായി എന്നും അതാണ് തന്റെ മരണത്തിലേക്കുള്ള കാരണമെന്നും തുറന്നു പറഞ്ഞിരുന്നു. കൂടാതെ RSS അംഗങ്ങൾ നിരവധി ആളുകളെ ലൈംഗികമായും ശാരീരികമായും ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും അവരുടെ നിലവിലെ ക്യാമ്പുകളിൽ പോലും അത്തരം ദുരുപയോഗം തുടരുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരിക്കലും ഒരു RSS അംഗവുമായി സഹവസിക്കരുത് എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു അനന്തു ആത്മഹത്യ ചെയ്തത്. ഈ സംഭവത്തിന് ശേഷം RSS ശാഖയിൽ പീഡനത്തിന് ഇരയാക്കിയത് NM നിതീഷ് മുരളീധരൻ എന്ന് വെളിപ്പെടുത്തുന്ന ആളാണെന്ന് അനന്തു അജയുടെ ഇൻസ്റ്റഗ്രാം വീഡിയോ പുറത്തു വന്നതോടെ കേസ് എടുത്ത് നടപടിയിലേക്ക് കടന്നിരുന്നു. അനന്തു ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞ പോലെ ഇപ്പോഴും ലൈംഗിക അതിക്രമങ്ങൾ നടത്തുന്ന ഒരു ശാഖയായിട്ടാണ് ഇപ്പോൾ RSS പ്രവർത്തിക്കുന്നത്. ആ ഓർമ്മപ്പെടുത്തൽ വീണ്ടും സന്ദീപ് വാര്യരുടെ കുറിപ്പ് നടത്തുകയാണ്. മൂർച്ച പോയെന്ന് BJP കരുതുന്ന ആയുധത്തെ രാഗി മിനുക്കി അവർക്ക് നേരെ തന്നെ വെട്ടുകയാണ് സന്ദീപ് വാര്യർ ഇവിടെ.